രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. സജു തോമസ് വീരളുമായി ചേരുന്നു. സജു, ഈ മറ്റുള്ളവർ ഒരു തേർഡ് പാർട്ടി വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്ന സംഭവത്തെക്കുറിച്ച് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം? ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പൊതുജനങ്ങളിൽ നിന്ന് ആർക്കും ഓൺലൈനായി ഒരു വോട്ടുകളും ഇല്ലാതാക്കാൻ കഴിയില്ല. 2023 ആലന്ത് നിയമസഭാ മണ്ഡലത്തിലെ വലിയ വിശദീകരണങ്ങൾ നൽകിയായിരുന്നു രാഹുൽ ഗാന്ധി വലിയൊരു ആരോപണം ഉന്നയിച്ചത്. 2023 ആലന്ത് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നു. ഈ വിഷയം അന്വേഷിക്കാൻ അതോറിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ രേഖകൾ പ്രകാരം 2018 ആലന്ത് നിയമസഭാ മണ്ഡലത്തിൽ സുഭാഷ് ഗുട്ടേൽ, അതായത് BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത്. 2023 BR പാട്ടീൽ, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ജയിച്ചത്. വിശദീകരണത്തിൽ വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ കേസെടുത്തുവെന്നും പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളുകയല്ല, അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. അതെ, ആ രീതിയിൽ വിലയിരുത്താൻ ഭാഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന് പുറത്തു നിന്നുള്ള ആർക്കും ഇലക്ഷൻ കമ്മീഷൻ സൈറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വോട്ടർ ഐഡിയുമായി ബന്ധപ്പെട്ടോ യാതൊരു ഡിലീഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾക്കോ ഡിലീറ്റ് ചെയ്യലുകൾക്കോ സാധിക്കില്ല എന്നൊരു വിശദീകരണം മാത്രമാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കർണാടകയിലെയും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഹരിയാന അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ പുറത്തു നിന്നുള്ളവർ വോട്ട് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതിൽ 18 വോട്ടുകൾ വരെ ചേർത്തിട്ടുണ്ടെന്നുള്ള കൃത്യമായി തെളിവുകളടക്കം രാഹുൽ ഗാന്ധി ഈ വ്യക്തികളെ ഇന്ന് വേദിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു. ഇവരുടെ വോട്ടുകൾ, ഇവരുടെ പേരിലായിരുന്നു 18 വോട്ടുകൾ ചേർത്തത്, അല്ലെങ്കിൽ ഇവരുടെ 18 വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ അതിശക്തമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. പക്ഷെ അതിപ്പോൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും കൃത്യമായി തന്നെ അവർ വ്യക്തമാക്കുന്നത് പുറത്തു നിന്നുള്ള ആർക്കും ഇത്തരം ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്തുനിന്നുള്ള പൊതുജനങ്ങൾക്ക് ആർക്കും ഈ സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു ഡിലീഷനോ ആഡ് ചെയ്യാനോ സാധിക്കില്ല എന്നാണ് അപ്പോഴും ചോദ്യം നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളിൽ നിന്നുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണത്തിൽ 2023 ചില വിജയിക്കാതെ പോയ ചില ശ്രമങ്ങൾ നടന്നിരുന്നു വോട്ട് ഡിലീറ്റ് ചെയ്യാൻ. പക്ഷേ ECIയിൽ FIR ഇട്ട് അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. 2023 FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അന്വേഷണം എന്തായി? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വിശദീകരിച്ചോ? അജിംസ്, അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിശദീകരണവും ഈ കമ്മീഷന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കമ്മീഷൻ 2 വരി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് അടിസ്ഥാനരഹിതമാണെന്നുള്ള 2 വരികൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചിത്രം കൂടിയാണ് ഇതോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. അതിലാണ് പറയുന്നത് പുറത്തുനിന്നുള്ളവർക്ക് ആർക്കും വോട്ടുകൾ ചേർക്കാനോ അത് ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് 2023 ചില FIR, അതായത് കർണാടക CIയുടെ ഭാഗത്തു നിന്നും ചില FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യത്തെപ്പറ്റിയോ അതിൽ എന്താണ് അന്വേഷണ പുരോഗതി എന്നതിനെ പറ്റിയോ യാതൊരു വിശദീകരണവും കമ്മീഷൻ നൽകുന്നില്ല. ഈ ഒരു വിശദീകരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തെളിവില്ലാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. 2018 അവിടെ BJP സ്ഥാനാർത്ഥി വിജയിച്ചു. 2023 അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. പക്ഷേ ഈ പുറത്തു നിന്നുള്ള വോട്ടുകൾ അവിടെ ചേർക്കുക എന്ന് പറയുന്നത് സജു തോമസാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.